ITI പഠിച്ചതിന് ശേഷമുള്ള ടോപ്പ് 5 ജോബുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദി അനദർ എപ്പിസോഡ്. ഞാൻ അൽ ഹസൻ. ഈ ഒരു വീഡിയോ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തേത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ പഠിച്ച അതേ ട്രേഡ് മറ്റൊരു ജനറേഷനുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ജോബാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇതിന് SC ST വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് വേണ്ട. അല്ലാതെയുള്ളവർക്ക് 3 വർഷത്തെ റെലവൻറ്റ് ട്രേഡിലുള്ള പ്രവൃത്തി പരിചയം വേണം. അതല്ല എന്നുണ്ടെങ്കിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പ്ലസ് 1 വർഷത്തെ പ്രവൃത്തി പരിചയം അതാത് ട്രേഡിൽ ആവശ്യമാണ്. ഓക്കെ, സോ ഇതിന് ഒരു ജോബിനപ്പുറത്തേക്ക് എന്താണ്, ഒരു ടീച്ചിങ് പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഒന്നാമത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് ട്രേഡ് ഇൻസ്ട്രക്ടറാണ്. പോളിടെക്നിക്, BTech അതുപോലെ തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലൊക്കെ പ്രാക്ടിക്കൽ സെക്ഷൻ അതാത് ട്രേഡുകൾ തന്നെ നമ്മൾ പഠിച്ച ട്രേഡുകളിൽ പഠിപ്പിക്കുന്ന, പ്രാക്ടിക്കൽ കൈകാര്യം ചെയ്യുന്ന, പ്രാക്ടിക്കൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചിങ് പോസ്റ്റാണ് ഇത് എന്ന് പറയുന്നത്. ട്രേഡ്സ്മാൻ PSC പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം പിന്നീട് അവിടെ നിന്നുള്ള പ്രൊമോഷനാണ് ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ടീച്ചിങ്ങിനെ ഞാൻ ഈ 1-2 പ്ലേസുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് ബിക്കോസ് നമ്മളെ പഠിപ്പിച്ചതുപോലെ തന്നെ അതേ ട്രേഡ് മറ്റൊരാൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ 1-2 സ്ഥാനത്ത് തീർച്ചയായിട്ടും അത് തന്നെയാണ് വരേണ്ടത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ടെക്നീഷ്യൻ B ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അവിടുത്തെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. സോ അതിലെ ഒരു ഭാഗമായി മാറാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ടെക്നീഷ്യൻ B ആയിട്ട് നമുക്ക് IT ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതാണ് DRDO. ഇതുപോലെ തന്നെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിലും എക്സാമുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ടെക്നീഷ്യനിൽ സെപ്റ്റം എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. അതിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണമെങ്കിൽ സാധിക്കും. അടുത്ത ഒരു 5ാമത് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാം അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സാമിന് തയ്യാറെടുക്കാം, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെയിൽവേയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ടൂടെയുള്ള പോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത്രയും ജോബുകളാണ് ഞാനിവിടെ പറഞ്ഞത്. എങ്കിലും കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കൊക്കെ IT ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുണ്ട്. അതുപോലെ തന്നെ ഇനി പ്രൈവറ്റ് ആയിക്കോട്ടെ, എല്ലാ ജോബുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് ജോലികളെ ഇവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിന് മുകളിൽ അറിയുന്നെങ്കിൽ അല്ലെങ്കിൽ താഴേക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനൊക്കെ 2 ടീച്ചിങ് ആണ്. പിന്നെ അടുത്ത 2 എന്ന് പറയുന്നത് ISROയും DRDOയും ആണ്. പിന്നെ അടുത്തത് പറഞ്ഞത് റെയിൽവേ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലേക്കും എന്ത് ചെയ്യാനുണ്ട്, ഇന്ത്യൻ ആർമി അല്ലേ, അതിനകത്തേക്കും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വേക്കൻസികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും, ടോപ്പിലേക്ക് തന്നെ പോകും. ഓക്കെ, ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ സോ തീർച്ചയായിട്ടും അതിലേക്കൊക്കെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇതിനെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ജോബ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം എന്താണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രമപ്പെടുത്തിയിട്ടുള്ളത്. സാലറി ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടറും അതുപോലെ തന്നെ ട്രേഡ് ഇൻസ്ട്രക്ടറും വരുന്നത്. സോ ISRO, ടെക്നീഷ്യൻ B, DRDO, റെയിൽവേ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാലറികളും മറ്റ് അലവൻസുകളും ഒക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാളും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും സാലറീൻ്റെ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും അതൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.